ഡ്രൈ ഐ, കണ്ണിൻ്റെ വരൾച്ച, ഇതിനെ കുറിച്ച് സംസാരിക്കുന്ന 4ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ കാർത്തിക, ആയുർവേദിക് ഐ ആൻഡ് ENT സ്പെഷ്യലിസ്റ്റ്. ഡ്രൈ ഐ വരാതെ തടയാൻ അല്ലെങ്കിൽ ഡ്രൈ ഐയുടെ ആരംഭത്തിൽ കണ്ണിൻ്റെ ടിയർ ഫിലിമിൻ്റെ സ്റ്റെബിലിറ്റി അത് പ്രിവെൻറ്റ് ചെയ്യാൻ, അത് കാത്തു സൂക്ഷിക്കാൻ സഹായിക്കുന്ന 6 എക്സസൈസുകളെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് എല്ലാ തരം കണ്ണിൻ്റെ വരൾച്ചയും തടയുകയോ ഭേദമാക്കുകയോ ചെയ്യില്ല, അതാദ്യമേ പറഞ്ഞു കൊള്ളട്ടെ. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ക്രീൻ ടൈം ഉപയോഗം കൊണ്ടുണ്ടാകുന്ന കണ്ണിൻ്റെ ബ്ലിങ്കിങ് റേറ്റ് കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന, അതേപോലെ അങ്ങനെയുള്ള ചില ഡ്രൈ ഐ കണ്ടീഷൻസിൽ ഈ തരത്തിലുള്ള എക്സസൈസുകൾ ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഡ്രൈ ഐക്ക് ഈ എക്സസൈസുകൾ ഉപകരിക്കുമോ എന്നുള്ളത് നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഒരു ഒഫ്താൽമോളജിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ച് മാത്രം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എക്സസൈസിലേക്ക് കടക്കാം. ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് കോൺഷ്യസ് കംപ്ലീറ്റ് ബ്ലിങ്ക് ആണ്. അതായത് കണ്ണ് അടച്ച് തുറക്കുന്ന എക്സസൈസ്. കണ്ണിൻ്റെ ഡ്രൈ ആയി പ്രിവെൻറ്റ് ചെയ്യാനുള്ള എക്സസൈസ് ചെയ്യാനായി ഇരിക്കുന്നു. നമ്മൾ കണ്ണ് പതിയെ അടച്ച് ചെറിയൊരു സ്ക്വീസ് ഒന്ന് പ്രസ് ചെയ്യുന്നു. അതിനുശേഷം സാവധാനം കണ്ണ് തുറക്കുന്നു. ഇത്തരത്തിൽ ഒരു 10 തവണ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇതാണ് ആദ്യത്തെ എക്സസൈസ്, കോൺഷ്യസ് കംപ്ലീറ്റ് ബ്ലിങ്ക്. കണ്ണടച്ച് ഒരു പ്രസ് കൊടുത്ത് കണ്ണ് പതിയെ തുറക്കുന്ന എക്സസൈസാണിത്. അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 20-20-20 റൂൾ എന്ന് പറയുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീൻ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന ഒരു ഡ്രൈ ഐക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് ഈ എക്സസൈസ്. ഈ 20-20-20 റൂൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 20 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രീൻ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി ഒരു ബ്രേക്ക് എടുത്തിട്ട് 20 അടി അകലെയുള്ള ഒരു വസ്തുവിലേക്ക് 20 സെക്കൻഡ് നോക്കിയിരിക്കുക. നോക്കുന്ന സമയത്ത് ബ്ലിങ്കിങ്ങോട് കൂടി കണ്ണ് ചിമ്മി വേണം നോക്കിയിരിക്കാനായിട്ട്. അതാണ് അതിൻ്റെ നിയമം, 20-20-20 റൂൾ എന്ന് പറയും. അതായത് 20 മിനിറ്റ് നമ്മൾ സ്ക്രീൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ബ്ലിങ്കിങ് റേറ്റ് കുറഞ്ഞിരിക്കും. അപ്പോൾ നമ്മളുടെ ടിയർ ഫിലിം അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ അതൊന്ന് സ്റ്റേബിൾ ആക്കാനായിട്ട് നമ്മൾ 20 അടി അകലെയുള്ള ഒരു വസ്തുവിലേക്ക് കണ്ണ് അടച്ച് തുറന്നുകൊണ്ട് 20 സെക്കൻഡ് നേരം നോക്കിയിരിക്കുക. അതാണ് രണ്ടാമത് പറയുന്ന എക്സസൈസ്, 20-20-20 റൂൾ. ആദ്യം പറഞ്ഞത് കോൺഷ്യസ് കംപ്ലീറ്റ് ബ്ലിങ്ക്. ഇനി നമുക്ക് 3ാമത്തെ എക്സസൈസിലേക്ക് കടക്കാം. അടുത്ത എക്സസൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാം കംപ്രസ്സാണ്. അതായത് ചെറിയ ഒരു പഞ്ഞി കഷ്ണമോ അല്ലെങ്കിൽ ചെറിയ തുണിയോ കർച്ചീഫോ അങ്ങനെ എന്തെങ്കിലും തുണിയോ ചെറു ചൂടുവെള്ളത്തിൽ മുക്കിയതിന് ശേഷം മടക്കി ഒരു ചതുരത്തിലാക്കിയിട്ട് കൺപോളയ്ക്ക് പുറമേ ഇങ്ങനെ വെച്ച് കൊടുക്കുക. പ്രത്യേകിച്ചും മെബോമിയൻ ഗ്ലാൻഡ് ഡിസ്ഫങ്ഷനൊക്കെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. അതിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടാണ് ഈ എക്സസൈസ് സഹായിക്കുന്നത്. അതായത് നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ ടിയർ ഫിലിമിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള ലിപ്പിഡ് ലെയർ അല്ലെങ്കിൽ ഓയിൽ ലെയറിൻ്റെ സെക്രീഷൻ എന്തെങ്കിലും ബ്ലോക്കൊക്കെ വരുമ്പോൾ അതിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട്, ആ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രന്ഥികളെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ടാണ് ഈ വാം കംപ്രസ് ഹെൽപ്പ് ചെയ്യുന്നത്. നോർമലി കണ്ണിന് ചൂടടിക്കുന്ന അത്ര നല്ലതല്ല. ഈ ഒരു ഗ്ലാൻഡിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു എക്സസൈസ് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഒരുപാട് ചൂടുള്ളത് ഉപയോഗിക്കാൻ പാടില്ല. ചെറു ചൂടുള്ള വെള്ളത്തിൽ കോട്ടൺ അല്ലെങ്കിൽ തുണി മുക്കി ആ ചെറു ചൂടോടുകൂടി കണ്ണിൻ്റെ പുറമെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അത് ചെയ്യാം. അതിനുശേഷം ഒരു 15 തവണ കണ്ണ് പതിയെ അടച്ചു തുറക്കുക. ഇതാണ് 3ാമത് എക്സസൈസ്, വാം കംപ്രസ് പ്ലസ് ബ്ലിങ്കിങ്. നമ്മൾ ആദ്യം പറഞ്ഞത് കോൺഷ്യസ് കംപ്ലീറ്റ് ബ്ലിങ്ക് ആണ്. അത് കണ്ടിന്യൂസ് ആയിട്ട്
ഒരു സ്ക്രീൻ യൂസ് ചെയ്യുന്ന വ്യക്തികൾക്കും അല്ലാതെ ഡ്രൈ ഐ ഉള്ള ആളുകൾക്കും ഒരു 20 മുതൽ 30 മിനിറ്റിൻ്റെ ഇടവേളകളിൽ ചെയ്യാൻ സാധിക്കുന്ന എക്സസൈസാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് 20-20 റൂളാണ്. അതിനുശേഷം മൂന്നാമത് പറഞ്ഞത് വാം കംപ്രസ് പ്ലസ് ബ്ലിങ്കിങ് ആണ്. അടുത്ത് നാലാമതായിട്ടുള്ള എക്സസൈസ് പാമിംഗ് എന്ന് പറയും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ കൈ പാം നമ്മൾ ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് ഒന്ന് ചൂടാക്കുക. എന്നിട്ട് ആ ചെറിയ ചൂടോടുകൂടി ഈ കൈമുട്ട് മേശയിൽ സപ്പോർട്ട് ചെയ്തിട്ട് ഇത് റബ്ബ് ചെയ്തതിന് ശേഷം 1 മിനിറ്റോളം റബ്ബ് ചെയ്തതിന് ശേഷം ആ ചൂടോടുകൂടി കണ്ണിൻ്റെ പുറമേ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുക. ഒരു 20 സെക്കൻഡ് നേരത്തേക്ക് കണ്ണ് റിലാക്സ് ചെയ്യുന്നത് വരെ നമുക്ക് ഇത് ചെയ്യാം. കണ്ണിന് സ്ട്രെയിൻ തോന്നുമ്പോൾ, ഒരുപാട് നേരം സ്ക്രീൻ യൂസ് ചെയ്തതിന് ശേഷം കണ്ണിന് കഴയ്ക്കുന്ന പോലെ നീറ്റൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തോന്നുമ്പം ഈ പാമിങ് ചെയ്ത് കൊടുക്കുക. അത് കണ്ണിനെ റിലാക്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സസൈസാണ്. അടുത്തതായിട്ടുള്ള അഞ്ചാമതായിട്ട് പറയുന്ന എക്സസൈസ് എന്ന് പറയുന്നത് ഐ മൂവ്മെൻറ്റ്സ് ആണ്. കണ്ണിന് നമ്മൾ ശരീരത്തിന് വ്യായാമം എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ കണ്ണിനും വ്യായാമം ചെയ്യേണ്ടതുണ്ട്. കണ്ണിൻ്റെ പോളകളിലും കണ്ണിൻ്റെ ഉള്ളിലും മസിൽസ് ഉണ്ട്, ചെറിയ ചെറിയ മസിൽസ്. അപ്പോൾ അതിനെ ഒന്ന് ബലപ്പെടുത്തി വെക്കാനായിട്ടാണ് ഈ എക്സസൈസുകൾ നമ്മൾ ചെയ്യുന്നത്. ഐ മൂവ്മെൻറ്റ്സ് പല രീതിയിലുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും റിലാക്സ് ചെയ്ത് നടുവ് നിവർത്തി കഴുത്ത് നേരെ വെച്ചിരിക്കുക. അതിനുശേഷം തലയ്ക്ക് അനക്കം വരാതെ കണ്ണ് മാത്രം മൂവ് ചെയ്യുന്നതാണ് ഐ മൂവ്മെൻറ്റ് എക്സസൈസ്. കഴുത്ത് നേരെ വെച്ചിട്ട് കണ്ണ് മാത്രം നടുവിൽ നിന്ന് പതിയെ 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 മാക്സിമം റൈറ്റ് സൈഡിലേക്ക് പോവുക. അതിനുശേഷം പതിയെ സെൻറ്ററിലേക്ക് കൊണ്ടുവരിക, പതിയെ ലെഫ്റ്റ് സൈഡിലേക്ക് പോവുക, പതിയെ സെൻറ്ററിലേക്ക് കൊണ്ടുവരിക, മാക്സിമം മുകൾ വശത്തേക്ക് കൊണ്ടുപോവുക, തിരിച്ചു വരിക, താഴേക്ക് കൊണ്ടുപോവുക, വീണ്ടും തിരിച്ച് അപ്പോൾ സൈഡ് വൈസും മുകളിലും താഴെയായിട്ട് തല അനക്കാതെ കഴുത്ത് നേരെ വെച്ചുകൊണ്ട് കണ്ണ് മാത്രം മൂവ് ചെയ്യുന്നതാണ് ഐ മൂവ്മെൻറ്റ്സ്. ഇതേപോലെ തന്നെ ചെയ്യാൻ നമുക്ക് ക്ലോക്ക് വൈസ് ആയിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും കൂടി ഐ മൂവ്മെൻറ്റ്സ് കൊടുക്കാം. അതായത് മുകളിൽ നിന്ന് തുടങ്ങി മാക്സിമം റൈറ്റ് സൈഡിലൂടെ വന്ന് താഴെ കൂടെ പോയി ലെഫ്റ്റ് സൈഡിലൂടെ വന്ന് മേളിലേക്ക് ചെല്ലുന്നു. അതായത് ഒരു ക്ലോക്ക് വൈസ്, ക്ലോക്കിൻ്റെ സൂചി വരുന്ന പോലെ വലതുവശത്തൂടെ പോകുന്നതിനാണ് ഒരു ക്ലോക്ക് വൈസ് ആയിട്ടുള്ളൊരു റൊട്ടേഷൻ കൊടുക്കാം. അതിനുശേഷം തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും ഇങ്ങനെ മൂവ് ചെയ്യാം. ഇങ്ങനെ ചിലപ്പോൾ നമ്മളിങ്ങനെ ഐ മൂവ്മെൻറ്റ്സ് കൊടുക്കുമ്പോൾ നമുക്ക് കണ്ണിന് ഒരു സ്ട്രെയിൻ പോലെ തോന്നാം, ചിലപ്പോൾ ചെറിയ തലവേദന പോലെയെല്ലാം തോന്നാം. അപ്പോൾ ഒരുപാട് സ്ട്രെയിൻ എടുത്ത് ഈ എക്സസൈസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ റിലാക്സ് ചെയ്ത് ഒരു 10 തവണ വരെ ഈ ഐ മൂവ്മെൻറ്റ്സ് എല്ലാം റിപ്പീറ്റ് ചെയ്യാം. ഇടയ്ക്ക് സ്ട്രെയിൻ തോന്നുന്ന പക്ഷം നമ്മൾ ഇതിന് തൊട്ട് മുമ്പേ പറഞ്ഞ പാമിങ് എന്ന് പറഞ്ഞ എക്സസൈസ് കൊടുത്ത് കണ്ണിനെ നമുക്ക് റിലാക്സ്ഡ് ആക്കാം. ഇത് ഈ ഐ മൂവ്മെൻറ്റ്സിൻ്റെ എക്സസൈസ് മയോപ്പിയ പോലുള്ള കണ്ടീഷനിലും വളരെ എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. ഇനി ദീർഘനേരം നമ്മൾ അടുത്തുള്ള സ്ക്രീൻ യൂസ് ചെയ്യുക, ലാപ്ടോപ്പ് യൂസ് ചെയ്യുക, വായിക്കുക, തുന്നുക മുതലായ അടുത്തുള്ള കാര്യങ്ങൾ കുറേ നേരം ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിനൊരു ക്ഷീണം വരും. അക്കോമഡേറ്റീവ് ഫറ്റീഗ് എന്നാണ് പറയുന്നത്. നമ്മൾ അടുത്തുള്ള കാര്യത്തേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ കണ്ണിലെ ചെറിയ ലെൻസിൻ്റെ ഷേപ്പ് മാറുന്നുണ്ട്, ചെറിയ ചെറിയ മസിൽസിനൊക്കെ മൂവ്മെൻറ്റ് വരുന്നുണ്ട്. ആ അക്കോമഡേറ്റീവ് ഫറ്റീഗ് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സസൈസാണ്. അതുപോലെ കുട്ടികളൊക്കെ ആണെങ്കിലും ദീർഘനേരം ഫോണെല്ലാം യൂസ് ചെയ്ത് അടുത്തുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യുമ്പോൾ അവർക്കൊരു മയോപ്പിയയുടെ ടെൻഡൻസി കാണിക്കും. അതായത് ദൂരേക്ക് ഒരു മങ്ങൽ പോലെ തോന്നും. അത് റിലാക്സ് ചെയ്യാനായിട്ട് അങ്ങനെ കൊടുക്കുന്ന ഒരു എക്സസൈസാണ് അടുത്തത്. അതായത് ഫോക്കസിങ് നിയർ ആൻഡ് ഫാർ പോയിൻറ്റ്സ്. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20-25 ഡിസ്റ്റൻസിൽ ഒരു ഒബ്ജക്റ്റ് വയ്ക്കുക, പേനയോ പെൻസിലോ നമ്മളുടെ വിരളോ ഇങ്ങനെ വെക്കുന്നു. ഇതിലേക്ക് നമ്മൾ ആ ടിപ്പിലേക്ക് നമ്മളൊരു 10 സെക്കൻഡ് നേരം ഫോക്കസ് ചെയ്യുന്നു. ഫോക്കസ് ചെയ്തതിന് ശേഷം കണ്ണ് പറിക്കാതെ തന്നെ ദൂരെയുള്ള ഒരു വസ്തുവിലേക്ക്, മാക്സിമം ദൂരെ എവിടെയാണോ കിട്ടുന്നത് ആ ഒരു പോയിന്റിലേക്ക് വീണ്ടും 10 സെക്കൻഡ് നോക്കിയിരിക്കുക. ദൂരെയുള്ള വസ്തുവിൽ 10 സെക്കൻഡ് നോക്കിയിരിക്കുന്നു. ഉടനെ അടുത്തുള്ള വസ്തുവിലേക്ക് 10 സെക്കൻഡ് നോക്കിയിരിക്കുന്നു. വീണ്ടും ദൂരെയുള്ള വസ്തുവിലേക്ക് നോക്കുന്നു, അടുത്തുള്ള വസ്തുവിലേക്ക് നോക്കുന്നു. അങ്ങനെ 10 സെക്കൻഡ് വീതം അടുത്തുള്ള വസ്തുവിലും ദൂരെയുള്ള വസ്തുവിലും മാറി മാറി ഫോക്കസ് ചെയ്യുന്നതാണ് ഈ എക്സസൈസ്.
ഇതൊരു 10 തവണ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇതാണ് 6ാമത് ആയുള്ള എക്സസൈസ്. അപ്പോൾ നമ്മൾ 6 എക്സസൈസുകൾ പറഞ്ഞു. അത് ഡ്രൈ ഐ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, അത്തരത്തിലുള്ള സാഹചര്യം ഡ്രൈ ഐ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസായിട്ടാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ എക്സസൈസ് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. എല്ലാ കാരണങ്ങളും കൊണ്ടുണ്ടാകുന്ന ഡ്രൈ ഐക്ക് ഇത് പരിഹരിക്കാൻ പറ്റും എന്ന് അവകാശപ്പെടുന്നില്ല, സാധ്യമല്ല അത്. പക്ഷേ ചില കേസുകളിൽ ചില ഡ്രൈ ഐയിൽ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള എക്സസൈസുകളാണ് നമ്മളിങ്ങനെ സൂപ്പർഫിഷ്യലായിട്ട് പറഞ്ഞു പോകുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളിത് പ്രാവർത്തികമാക്കണം എന്നുണ്ടെങ്കിൽ, നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളൊരു ഫിറ്റ്നസ് കോച്ചിൻ്റെ അടുത്ത് പോകുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കൺസൾട്ടേഷൻ എടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി ഡ്രൈ ഐ ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് നമ്മൾ 4 വീഡിയോയിലും നമ്മളിതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഡ്രൈ ഐ സിൻഡ്രോം, കണ്ണിൻ്റെ വരൾച്ച ഉണ്ടാവാം എന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി.